ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. ശ്രീപരമേശ്വരനിൽ നിന്ന് ചന്ദ്രഹാസം ലഭിച്ച് കൂടുതൽ വരലബ്ധി നേടി അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കരുത്തനായി മാറിയ രാവണൻ ഇങ്ങനെ ലോകം ചുറ്റാൻ തുടങ്ങി പുഷ്പവിമാനത്തിൽ കയറി കുറേ ദൂരം സഞ്ചരിച്ചു വരുമ്പോഴുണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. രാവണൻ പുഷ്പവിമാനം കുറച്ചകലെ നിർത്തി നടന്ന് നേരെ ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. ആ സ്ത്രീ ഇങ്ങനെ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുദേവനെ ഭർത്താവായി കിട്ടണമെന്ന ആഗ്രഹത്താൽ ധ്യാനനിരതയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. വേദവതി എന്നാണ്. അതിസുന്ദരിയായ സ്ത്രീയാണ്. രാവണൻ വന്നതൊന്നും അറിയുന്നില്ല. അവരിങ്ങനെ കടുത്ത പ്രാർത്ഥനയിലാണ്. രാവണൻ മേലെ ചെന്ന് അവരെ കടന്നു പിടിച്ചു. അവർ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ രാവണൻ 10 തലയുള്ള ഒരു രാക്ഷസൻ തൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. തന്നെ കടന്നു പിടിച്ചിരിക്കുന്നു. അവർ പെട്ടെന്ന് ശോഭിച്ചു. തൻ്റെ അനുവാദമില്ലാതെ തന്നെ കടന്നു പിടിച്ച ഈ രാക്ഷസൻ മേലിൽ ഏതെങ്കിലും സ്ത്രീകളുടെ ദേഹത്ത് അവരുടെ അനുവാദമില്ലാതെ കടന്നു പിടിച്ചാൽ, തൊട്ടാൽ നിന്റെ തലയെല്ലാം പൊട്ടിത്തെറിച്ചു പോട്ടെ എന്ന് ശപിച്ചുകൊണ്ട് അവർ സ്വയം അഗ്നിയിൽ എരിഞ്ഞടങ്ങി. രാവണനിങ്ങനെ പെട്ടെന്ന് സ്തബ്ധനായിപ്പോയി. താൻ നോക്കി നിൽക്കേ തൻ്റെ തലകളെല്ലാം പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് ശപിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ അഗ്നിയിൽ എരിഞ്ഞടങ്ങുക എന്നത് രാവണൻ അതുവരെ നേടി വന്ന വിജയങ്ങൾക്കൊക്കെ പെട്ടെന്ന് മങ്ങലേറ്റു. രാവണൻ്റെ മനസ്സിൽ താൻ ദേവേന്ദ്രനെ തോൽപ്പിച്ചതും സ്വർഗലോകം പിടിച്ചെടുത്തതും കുബേരനെ തോൽപ്പിച്ചതും പുഷ്പവിമാനം പിടിച്ചെടുത്തതും കൈലാസത്തെ തൻ്റെ കയ്യിലെ വീണയാക്കി മാറ്റി തപസ് ചെയ്ത് ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹം തേടിയെടുത്തതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് രാവണൻ ഇതെല്ലാം തകർന്നു പോകുന്ന നിലയിലായിരുന്നു. അവിടെ വെച്ച് വേദവതിയിൽ നിന്നുണ്ടായിരുന്ന അനുഭവം. അനുവാദം കൂടാതെ ഒരു സ്ത്രീയുടെ ദേഹത്ത് തൊട്ടുപോയാൽ തൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്നുള്ള ശാപം. വേദവതിയെ തൊടാൻ പറ്റില്ല. വേദവതി അഗ്നിയിൽ ഹോമിക്കപ്പെട്ടു. ഇനിയൊട്ട് രാവണൻ ഒരു സ്ത്രീയുടെ ദേഹത്ത് ചെന്നങ്ങനെ അനുവാദമില്ലാതെ തൊടാനും പറ്റില്ല. ആ ശാപമാണ് കിട്ടിയത്. വേദവതി അഗ്നിയിൽ എരിഞ്ഞടങ്ങി. രാവണൻ അവിടെ നിന്ന് കുറേ സമയം നിന്നതിന് ശേഷം രാവണൻ പുഷ്പവിമാനത്തിൽ കയറി വീണ്ടും ഇങ്ങനെ സഞ്ചാരം നടത്തി.
മടങ്ങി അതുവഴിയാണ് വന്നത്. വന്നപ്പോൾ ആ ഭാഗത്ത് ഒരു സുന്ദരിയായ ഒരു കുഞ്ഞ് കിടക്കും, പെൺകുഞ്ഞ്. രാവണൻ പുഷ്പവിമാനം നിർത്തി. വേദവതി എരിഞ്ഞടങ്ങിയ സ്ഥലത്താണ് ഒരു പെൺകുഞ്ഞ് കിടക്കുന്നു. ആ പെൺകുഞ്ഞിനെ രാവണൻ എടുത്ത് ലാളിച്ച് താലോലിച്ച് അതിനെയും കൊണ്ട് നേരെ പുഷ്പവിമാനത്തിൽ കയറി ലങ്കയിലേക്ക് എത്തിച്ചേർന്നു. ലങ്കയിൽ വളരെ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വമാണ് ഒരു പെൺകുഞ്ഞിനെ രാവണന് കിട്ടിയിരിക്കുന്നു എന്നുള്ള നിലയിൽ കൊണ്ടുവരികയും അവിടെ എത്തിക്കുകയും ചെയ്തു. രാവണൻ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന ഉടൻ തന്നെ ജ്യോതിഷികളായ അവരുടെ പണ്ഡിതന്മാരായ ജ്യോത്സ്യന്മാരെയൊക്കെ തന്നെ വിളിച്ച് ഈ കുഞ്ഞിൻ്റെ സാമുദ്രിക ശാസ്ത്രവും ജാതകമൊക്കെ കുറിക്കാൻ പറഞ്ഞു. അവർ നോക്കിയ ശേഷം പറഞ്ഞു, ഈ കുഞ്ഞ് ലങ്കയിലുണ്ടായാൽ ലങ്ക നശിച്ചു പോകും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ലങ്കയിൽ നിർത്തരുത്, ലങ്ക നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ രാവണനാണെങ്കിൽ നല്ല മനോഹരിയായ ഓമനത്വമുള്ളൊരു കുഞ്ഞ്, അതിനെ കൈയൊഴിയാൻ ബുദ്ധിമുട്ടുമുണ്ട്. വധിച്ചു കളയാൻ പറ്റത്തില്ലല്ലോ, കൊച്ചു കുഞ്ഞല്ലേ. രാവണൻ അപ്പോൾ തന്നെ ഒരു പേടകം ഉണ്ടാക്കി ആ പേടകത്തിൽ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കിടാൻ തൻ്റെ പരിചാരകർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ അവർ ചെയ്തു. ആ കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി പുഴയിൽ ഒഴുക്കി വിട്ടു. അങ്ങനെ പുഴയിൽ ഒഴുകിപ്പോയ കുഞ്ഞാണ് മിഥിലയിലെ രാജ്യ അതിർത്തിയിൽ ചെന്നുപെട്ടത്. മിഥിലയിലെ നിലമുഴുകുമ്പോഴാണ് ഈ പേടകം കിട്ടുന്നതും. ജനക മഹാരാജാവ് ആ പേടകം എടുത്ത് പരിശോധിക്കുമ്പോൾ പേടകത്തിൽ ഒരു കുഞ്ഞ് വളരെ സന്തോഷപൂർവ്വം ഇരിക്കുന്നത് കണ്ട് ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ മകളായി പേരിട്ട്, സീത എന്ന പേരിട്ട്, ജനക മഹാരാജാവിൻ്റെ പുത്രിയാക്കി ജാനകി എന്ന പേരിട്ട് മിഥിലയിൽ വളർത്തിയത്. ആ ജാനകിയാണ് ശ്രീരാമദേവൻ്റെ പട്ടമഹിഷിയായി ഇന്നിവിടുള്ള സീതാദേവി, സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരം. അഗസ്ത്യമുനി ഇങ്ങനെ പറഞ്ഞ് ഭരതൻ്റെയും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി.